ഇടുക്കിയിൽ മുന്തിരി കൃഷി വിജയിക്കില്ലെന്ന മുൻ ധാരണകളെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് കുഞ്ഞുമോൻ എന്ന കർഷകൻ. വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പുരയിടത്തിൽ പടർന്ന മുന്തിരിവള്ളികളിൽ 100-ലേറെ മുന്തിരിക്കുലകളാണ് വിളവെടുപ്പിന് പാകമായി കിടക്കുന്നത്. മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവെന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും ഇത് പഴുക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. വരുന്നവർക്കൊക്കെ ഒന്നിരണ്ടും കൊടുക്കാൻ തുടങ്ങി. പല ആൾക്കാരും ഇതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇതിന് വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നത് എല്ലുപൊടി, പിണ്ണാക്ക്, അങ്ങനെ ജൈവ വളങ്ങളൊക്കെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് ഇതൊക്കെ. പിന്നെ ഇനിയും തുടർന്ന് ഇത് ഇങ്ങനെ ഒരു കൗതുകമായതുകൊണ്ട് ഒരു 10 സെൻറ്റ് സ്ഥലത്തെങ്കിലും ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. തൂക്കുപാലത്തുള്ള മകളുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അയൽവാസി നൽകിയ മുന്തിരിച്ചെടിയാണ് കുഞ്ഞുമോൻ നട്ടത്. ആദ്യ വർഷം മുന്തിരി വളർന്നെങ്കിലും പേരിന് കുറച്ചു മുന്തിരികൾ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് മുന്തിരി കൃഷി അറിയുന്നവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തളിരിലകൾ നുള്ളിക്കളഞ്ഞ് ചെടി ഒരുക്കിയപ്പോഴാണ് മുന്തിരിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയും ചെടി നന്നായി പടരുകയും ചെയ്തത്. വീട്ടുമുറ്റത്തെ മുന്തിരിത്തോട്ടം കാണാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ കുഞ്ഞുമോന്റെ വീട്ടിലെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയാണ് നമ്മുടെ കൂടെയുള്ളത്. നന്ദു, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുഞ്ഞുമോൻ അങ്ങനെ വിജയകരമായിട്ട് മുന്തിരി കൃഷി നമ്മുടെ ഇടുക്കിയിലെ മണ്ണിൽ വിളയിച്ചെടുത്തിരിക്കുകയാണ്. ഈ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. പൂർണ്ണമായും ജൈവ കൃഷി രീതിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കുഞ്ഞുമോന്റെ മനസ്സിലേക്ക് എത്തുന്നത്? ഇത് വിജയിക്കാനുള്ള സീക്രട്ടൊക്കെ എന്താണ്? പൂജ, നമ്മൾ തന്നെ പലപ്പോഴും കമ്പത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ സ്റ്റോറികളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. ഈ വിശാലമായ മുന്തിരിത്തോപ്പുകളും വലിയ മുന്തിരിപ്പാടങ്ങളും അതിൽ കുലകുലയായി നിൽക്കുന്ന മുന്തിരികളും ഒക്കെ തന്നെ നമ്മൾ ഒന്നിലധികം സ്റ്റോറികൾ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഇത് എന്തുകൊണ്ട് വിളയുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പരിസ്ഥിതി ഇതിന് അനുയോജ്യമല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ചിന്തകൾക്കൊക്കെ വിപരീതമാണ് ഇപ്പോൾ കുഞ്ഞുമോൻ്റെ മുന്തിരി കൃഷി. മകളുടെ വീട്ടിൽ ഒരു ദിവസം സന്ദർശനത്തിനായി പോയ കുഞ്ഞുമോൻ അവിടെ അയൽവാസിയുടെ വീട്ടിൽ മുന്തിരിക്കുല നിൽക്കുന്ന കണ്ടിട്ടാണ് അവിടുന്ന് ഒരു ചെടി, ഒരു വള്ളി വാങ്ങി വരുന്നത്. പക്ഷെ അവിടെ അത്തരത്തിൽ ഒരു കൃഷി പോലെ ഒന്നുമല്ല അവർ ചെയ്തത്. അവർ കൗതുകത്തിൻ്റെ പുറത്തൊരു മുന്തിരി ചെടി മാത്രം വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവിടുന്ന് കൊണ്ടുവന്ന മുന്തിരി വള്ളി വെച്ച് പിടിപ്പിച്ച കുഞ്ഞുമോൻ അതിശയിപ്പിക്കുന്ന വിളവാണ് ഒറ്റ ചെടിയിലുണ്ടായത്. അതോടെ കുഞ്ഞുമോൻ ഇത് കുറച്ചും കൂടി വലുതായി തുടങ്ങാനായി പ്ലാൻ ചെയ്തു. അങ്ങനെ കുറച്ചുകൂടി മുന്തിരി ചെടികൾ സംഘടിപ്പിച്ച് കൃഷി ചെയ്തു. അപ്പോഴും ഈ കുഞ്ഞുമോൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ അധികം വിളവൊന്നും ഉണ്ടായില്ല. ഉണ്ടായ മുന്തിരിയാണെങ്കിൽ വളരെയധികം പുളിയുള്ളതുമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇതിനെപ്പറ്റി അറിയാവുന്ന, മുന്തിരി കൃഷിയെപ്പറ്റി കുറച്ചുകൂടി വിശദമായി അറിയാവുന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ ഈ തളിരിലകൾ നുള്ളിക്കളഞ്ഞാൽ മാത്രമേ കുറച്ചുകൂടി വ്യാപകമായി മുന്തിരി വളരുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം കുഞ്ഞുമോന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതികളൊക്കെ അവലംബിച്ച് മുന്തിരി കൃഷി ഇപ്പോൾ വലിയൊരു വിജയമാക്കി തീർത്തിരിക്കുകയാണ് കുഞ്ഞുമോൻ. ഇപ്പോൾ നിലവിലുള്ള മുന്തിരി അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. പക്ഷേ പോകെ പോകെ വളങ്ങളൊക്കെ പ്രയോഗിച്ച്, ജൈവവളങ്ങൾ മാത്രമാണ് പ്രയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വളങ്ങളൊക്കെ പ്രയോഗിച്ച് ഈ മുന്തിരിയുടെ പുളി മാറ്റാൻ സാധിക്കുമെന്നാണ് കുഞ്ഞുമോൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിദഗ്ധരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മുന്തിരി കൃഷി ഇപ്പോൾ നാട്ടിലാകെ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഇതുവഴി പോകുന്നവർ, പരിചയക്കാരും അല്ലാത്തവരും ഒക്കെ തന്നെ വാഹനം ഒന്ന് നിർത്തി കുഞ്ഞുമോൻ്റെ ഈ മുന്തിരി കൃഷി കാണാനായി എത്തുന്നുണ്ട്. കമ്പത്തൊക്കെ ഉള്ളതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ മുന്തിരി കുലകൾ വിളഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും മുന്തിരിവള്ളികളൊക്കെ ഇങ്ങനെ തളർത്ത് നിൽക്കുന്നത് കാണാൻ, അങ്ങനെ മുന്തിരി കുലകളൊക്കെ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്.